ഹായ്! അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് എല്ലാവർക്കും ഭയങ്കര ബോറടി. അപ്പോൾ കരുതി ഒന്ന് പുറത്ത് പോവാന്ന്. അങ്ങനെ നമ്മൾ മഞ്ഞംപൊതി ശ്രീ വീരമാരുതി ക്ഷേത്രത്തിൽ വന്നതാണ് കേട്ടോ. വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ അമ്പലം. മാത്രമല്ല ഇവിടുത്തെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മാസത്തിൽ ഒരു ദിവസം മാത്രമേ നട തുറക്കാറുള്ളൂ. അതും പൗർണമി ദിവസമാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ പ്രാർത്ഥിച്ച് കുറിയൊക്കെ തൊട്ടിട്ട് ഇറങ്ങി കേട്ടോ. വലിയൊരു കുന്നിൻ്റെ മുകളിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ നല്ല കാറ്റായിരുന്നു. മാത്രമല്ല അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോയി ഇനി അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ താഴേക്ക് നോക്കിയാലുള്ള വ്യൂ കേട്ടോ. ഏകദേശം നമ്മുടെ കാഞ്ഞങ്ങാട് ടൗൺ മൊത്തം കാണാം. അപ്പോൾ നല്ല കാറ്റായിരുന്നു കേട്ടോ, നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ അവിടെ ഒരു ചെറിയൊരു ആൽത്തറയൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഇരുന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ മഞ്ഞംപൊതി കുന്നിലോട്ടാണ് കേട്ടോ അടുത്തത് പോയത്. നമ്മൾ പോയത് ഏകദേശം ഒരു വൈകുന്നേര സമയം ആയതുകൊണ്ട് തന്നെ അങ്ങനെ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഏകദേശം സൺസെറ്റ് ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അവിടെ നിന്ന് നോക്കുമ്പോഴുള്ളൊരു കാഴ്ച. അടിപൊളിയല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഈ സ്ഥലത്തിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാലോ. ഇത് മഞ്ഞംപൊതി കുന്ന് എന്നാ പറയാ. കല്യാണം, സ്ഥലത്തിന്റെ പേര് കല്യാണം എന്നാണ്. എന്താ അങ്ങനെ കല്യാണം? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ വരണം, വെയിൽ താണിട്ട്. നല്ല സുഖ, നല്ല കാറ്റും. പിന്നെ ഈ മഞ്ഞൊക്കെ ഉണ്ടാകുമ്പോൾ രാവിലെയൊക്കെ വരണം. നല്ല കാറ്റൊക്കെ ആയതുകൊണ്ട് അധികം ചൂടൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഏകദേശം സൺസെറ്റ് ആയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ തന്നെ. അതുകൊണ്ട് അധികം ചൂടൊന്നുമില്ല, നല്ല കാറ്റും നല്ല സുഖമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് പാറ പോലത്തെ സ്ഥലമായതുകൊണ്ട് നടക്കുമ്പോൾ ഒക്കെ കുറച്ചൊന്ന് സൂക്ഷിച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഇനി അവിടുത്തെ കൂടുതൽ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വന്നാലോ. അവൻ അപ്പോഴത്തേക്കും നടന്ന് ക്ഷീണിച്ച് ഒരു മരത്തിൻ്റെ താഴെ കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ. അപ്പോൾ അവനെ വിളിക്കാൻ പോയി. നമ്മൾ വെറുതെ ഒന്ന് കിടന്നാലും ഈ ഒരു കാറ്റ് കാരണം നമ്മുടെ കണ്ണിങ്ങനെ അടഞ്ഞു പോവും. അത്രയും സുഖമായിരുന്നു കേട്ടോ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ വീട്ടിലോട്ട് പോകാൻ തുടങ്ങി. പിന്നെ ആ കാണുന്ന അമ്പലം ഉണ്ടല്ലോ, അതായിരുന്നു നമ്മൾ ആദ്യം പോയ അമ്പലം. അപ്പോൾ അത്രയും ഹൈറ്റിലായിരുന്നു കേട്ടോ ആ അമ്പലം. വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ഇടയ്ക്ക് എല്ലാവർക്കും ചെറുതായിട്ടൊന്ന് വിശക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഒരു ചായയും കടിയൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ നമ്മൾ ചായയും ബോണ്ടയും വാങ്ങിട്ടോ. ഇപ്പം ഇവിടെ നടക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയ ബോണ്ടയിൽ ഏറ്റവും വലുതവനും ചെറുത് ചേച്ചിക്ക് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബോണ്ടയൊക്കെ കഴിച്ചു. അടിപൊളി ബോണ്ടയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇനിയും വേണമെന്നുണ്ടായിരുന്നു, അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചായയൊക്കെ വാങ്ങി ചായയൊക്കെ കുടിച്ചു. ഇനി വേറെ പരിപാടിയൊന്നുമില്ല, ഇനി നേരെ വീട്ടിലോട്ട് പോകണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.